റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കൽപ്പറ്റ ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന 4 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ലയിലെത്താൻ സാധിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇവിടെ ഫാമിലീസിനെയും അതേപോലെ തന്നെ കപ്പിൾസ് ഗ്രൂപ്പിനെയും മാത്രമേ എടുക്കുന്നുള്ളൂ. ബാച്ചിലേഴ്സിന് നിലവിൽ എടുക്കുന്നില്ല. ഏകദേശം 14 മെമ്പേഴ്സിന് വരെ വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന 4 റൂമുകളാണ് ഇവിടെ വരുന്നത്. നമുക്കിവിടെ ആദ്യം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ഇവിടുത്തെ റൂംസും റൂമിലെ സൗകര്യങ്ങളും കാണാം. ക്യാമറയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 14 സീറ്റ് വരുന്ന ട്രാവലറിന് വരെ കംഫർട്ടബിളായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഈ ഭാഗത്തായിട്ട് 2 സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. മരത്തിൻ്റെ താഴെ ആയതുകൊണ്ട് തന്നെ നല്ല തണലും ഉണ്ടാവും, നല്ല കാറ്റും എപ്പോഴും കിട്ടും. വളരെ ഒരു കാമായിട്ട് നിങ്ങൾക്കിവിടെ റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ സാധിക്കും. അധികം വൈകാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ആക്ടിവിറ്റീസൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഹെമോക്ക് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ഫിഷ് പോണ്ടാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഫിഷ് പോണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ക്യാമറയിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. കംപ്ലീറ്റ് നെറ്റ് ഇട്ടിട്ട് അവർ കവർ ചെയ്തിട്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇവിടെ ഒരു സിപ്പ് ലൈനും അതേപോലെ തന്നെ വരുന്ന ഗസ്റ്റിന് ഇവിടെ പെഡൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു ആക്ടിവിറ്റീസൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. കുറച്ചുകൂടെ ടൈം എടുക്കുന്നു മാത്രം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫിഷിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ പൂളൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പൂൾ. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പൂളാണ്. ഈ ഭാഗത്ത് ആഴം കുറവും ആ ഏരിയയിൽ കുറച്ച് ആഴം കൂടുതലുമാണ്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം മെമ്പേഴ്സിന് ഇതിൽ ഇറങ്ങാനും നീന്താനൊക്കെ ഉള്ളൊരു സൗകര്യം ഈ ഒരു പൂളിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഇതിൻ്റെ സൈഡിലൊക്കെ കംപ്ലീറ്റ് ഫോറസ്റ്റും കോഫി പ്ലാന്റേഷനും ഒക്കെയാണ് വരുന്നത്. പിന്നെ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ ഉണങ്ങിയ ഇലകളിങ്ങനെ വെള്ളത്തിൽ വീണുകൊണ്ടിരിക്കും. പക്ഷേ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മളെല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നതാണ്, പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള കോട്ടൺ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക. പിന്നെ അത് കോട്ടൺ ഡ്രസ്സുകളൊക്കെ ഇട്ട് നിങ്ങളിതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കളറൊക്കെ ഇളകുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഏകദേശം 1 ലക്ഷം ലിറ്ററിന് മുകളിൽ വരുന്ന ഒരു പൂളാണ്. അപ്പോൾ അതൊക്കെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു വില്ലയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ നടത്താനുള്ളൊരു സ്പേസും കൂടെ അവർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഏകദേശം 14 പേർക്ക് വരെ അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സൗകര്യം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി ബാർബിക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ റൂംസ് ഒന്ന് കണ്ടിട്ട് വരാൻ വരും. ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമും അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂമുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന റൂംസ് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ റൂമാണ്. ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് കൊടുത്തിട്ടുള്ളത്. റൂമിലെ ബെഡും കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ AC റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതും. പിന്നെ നിങ്ങൾക്ക് ലഗേജും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ഷെൽഫും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ടെലിവിഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് വർക്കൊക്കെ ചെയ്യാനുള്ള ഒരു മിനി ടേബിളും അവർ കൊടുത്തിട്ടുണ്ട്. റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ അമ്യൂണിറ്റീസും അവർ ഈ ഒരു ബാത്റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ടാമത് ഒരു റൂമും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഹാള് കാണാൻ സാധിക്കും. അതിനോട് ചേർന്ന് തന്നെ ഒരു കിച്ചണും കൊടുത്തിട്ടുണ്ട്. കിച്ചൺ എക്സ്ട്രാ പേയ്മെൻറ്റിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ചെറിയ കുക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും. ഫ്രിഡ്ജും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ആദ്യം കണ്ടിട്ടുള്ള റൂമിൻ്റെ അതേ ഫെസിലിറ്റീസ് തന്നെയാണ് രണ്ടാമത്തെ റൂമിലും കൊടുത്തിട്ടുള്ളത്. ബട്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് സ്പേസ് കുറവാണെന്ന് മാത്രം. എന്നാലും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷെൽഫ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ബാത്ത് ടബാണ് ഇവിടെ ഈ ഒരു റൂമിൽ അവർ കൊടുത്തിട്ടുള്ളത്. എല്ലാ അമ്യൂണിറ്റീസും ഈ ഒരു ബാത്റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന 2 റൂമും കൂടെ കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കോമൺ ഹാളിലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല സോഫയൊക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ നോക്കുവാണെങ്കിൽ അടിപൊളിയാട്ടോ. ഇവിടുത്തെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡോർ വഴി പുറത്തേക്കുള്ള ഈ ഒരു ബാൽക്കണിയിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ വരുമ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പുറത്തുള്ള ഈ ഒരു പോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ നല്ല തണുത്ത കാറ്റൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. താഴത്തെ റൂമിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ അതേ അമ്യൂണിറ്റീസാണ് അവർ ഈ 2 റൂമുകളും കൊടുത്തിട്ടുള്ളത്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ അപ്സ്റ്റെയറിൽ വരുന്ന ഈ റൂമിലുണ്ട്. കിങ് സൈസ് ബെഡാണ് ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ AC-യും TV-യും വൈഫൈ സെറ്റപ്പൊക്കെ ഈ ഒരു റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മിനി ടേബിളും ഒരു ചെയറൊക്കെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. ബാൽക്കണിയിലാണെങ്കിലും കുറച്ചുകൂടെ കൂടുതൽ അമ്യൂണിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ആ ഒരു കാറ്റും അതേപോലെ തന്നെ പുറത്തുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് ഇവിടെ ഒരു ടേബിളും ചെയറും അതേപോലെ തന്നെ ചെറിയൊരു ഹെമോക്കും നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. ഈവനിങ് ഒക്കെ ആവുകയാണെങ്കിൽ വളരെ നല്ല വൈബോട് കൂടി ഇവിടെ ഇരിക്കാൻ സാധിക്കും. ഈ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ അമ്യൂണിറ്റീസും അവർ ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ നീറ്റ് ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ റൂമും കൂടി ഒന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ റൂമിൽ കണ്ടിരിക്കുന്ന അതേ സൗകര്യങ്ങൾ തന്നെയാണ് ഈ റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സ്പേസ് ഉള്ള റൂമും അതേപോലെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ AC കൊടുത്തിട്ടുണ്ട്, ഫാൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ബെഡിന് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് അവർ TV കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വർക്കോ മറ്റോ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു ടേബിളും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു റൂമിനും പുറത്തേക്കുള്ള നല്ലൊരു വൈഡായിട്ടുള്ള ഒരു കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ബാൽക്കണി കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാൽക്കണിയിലായിട്ട് ടേബിളും അതേപോലെ തന്നെ ഹെമോക്കും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കപ്പിൾസായിട്ട് വരുന്നവർക്കാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കുക. ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂം കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഒരു പ്രീമിയം ലുക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാത്റൂം കണ്ടാൽ മനസ്സിലാവും. വാഷ് ബേസും മിററും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും അവർ ബാത്റൂം കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ലയിൽ എല്ലാ അമ്യൂണിറ്റീസും നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് അയച്ചു തരിക. മാക്സിമം 14 ആൾക്കാർക്ക് മാത്രമേ ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ബാച്ചിലേഴ്സിൻ്റെ ഗ്രൂപ്പ് എടുക്കുന്നില്ല, ഫാമിലി ആൻഡ് കപ്പിൾസ് അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ വയനാട്ടിലെ തന്നെ ഇതേപോലെയുള്ള റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ടെൻറ്റ് സ്റ്റേകളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു വലിയൊരു സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.